ഇബ്നു റജബ് തങ്ങൾ അവിടുത്തെ ലതായിഫിൽ തന്നെ പറഞ്ഞു, ശഹ്റുൻ റജബ് മിഫ്താഹി അശ്ഹുരിൽ ഖൈരി വൽ ബറക, വലിയ ബറക്കത്തും ഖൈറുമുള്ള മാസമാണ് റജബ്. ആ റജബ് മുതൽക്ക് മഹാനായ അബൂ വറാഖുൽ ബൽഖി തങ്ങൾ പഠിപ്പിച്ചില്ലേ, റജബും ശഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രി വ റമദാനു ശഹ്റു ഉമ്മത്തി എന്ന് പറഞ്ഞാൽ റജബ് കൃഷി ഇറക്കേണ്ടുന്ന മാസമാണ്. ശഅബാൻ അതിന് വെള്ളവും വളവും നൽകി പരിപോഷിപ്പിക്കേണ്ടുന്ന മാസമാണ്. റമദാൻ അത് കൊയ്തെടുക്കേണ്ടുന്ന മാസമാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ദന്നൂറുൽ മിസ്രി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, വകുല്ലും യഹ്സുദു മാ സറഅ വയജ്സാ മാ സനഅ വമൻ ളയ്യഅ സിറാഅത നദിമ യൗമ ഹസാദിഹി. ഓരോരുത്തരും കൊയ്തെടുക്കുക, എന്താണോ അവർ വിതക്കുന്നത് അതാണ് കൊയ്തെടുക്കുക. റജബിൽ വിത്തിറക്കി വളവിത്തിറക്കി കൊയ്തകം ചെയ്യുന്ന കൃഷി തുടങ്ങാത്തൊരു മനുഷ്യൻ, അവർക്ക് റമദാനിൽ കൊയ്തെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതുപോലെ റജബ് പരിഗണിക്കാത്തവൻ, അതുപോലെ ശഅബാൻ പരിഗണിക്കാത്തവൻ, അവർക്ക് റമദാൻ കൊണ്ട് വിജയിക്കാൻ കഴിയില്ലെന്നാണ് ഇതിന്റെ വിവക്ഷയെന്ന് മഹാന്മാരായ ഇമ്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ആ റജബാണ് നമ്മിലേക്ക് സമാഗതമാകുന്നത്. ധാരാളം മഹത്വങ്ങളുള്ള ഇസ്രാ മിഅ്റാജിന്റെ രാത്രിക്ക് സാക്ഷിയായ, മുൻകാലങ്ങളിൽ എന്നല്ല ഇപ്പോഴും നമ്മുടെ നാട്ടിലെ നല്ലവരായ കഴിവുള്ള മുഅ്മിനീങ്ങൾ 96 നോമ്പ് നോൽക്കുന്നവരുണ്ട്. അതിന് തുടക്കം കുറിക്കുന്ന റജബ് നമ്മിലേക്ക് സമാഗതമാകുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ റബ്ബിലേക്ക് മടങ്ങാനും ധാരാളം സൽക്കർമ്മങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. ബയ്യിദ് സഹീഫതക സൗദാ ഫീ റജബി بصالح العمل المنجي من اللهب شهر حرام أتى من أشهر الحرم إذا دعا الله داع فيه لم يخب بيض صحيفتك السوداء. നിന്റെ കറുത്തിരുണ്ടുപോയ ജീവിതത്തെ നീ വെളുപ്പിക്കണം. ഫീ റജബിൻ റജബ് മാസത്തിൽ ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്ത് വിശുദ്ധമായ റജബിനെ നീ ഉപയോഗപ്പെടുത്തണം. മഹാന്മാരായ ഇമ്മത്തുകൾ അതിന് ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റജബിനെ പരിഗണിച്ച ഒരുപാട് മഹാന്മാർ വിജയിച്ചതിന്റെ ചരിത്രം കിതാബുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് റജബാണ് നമ്മിലേക്ക് വരുന്നത്. മറ്റു മാസങ്ങളെ പോലെ അതേപോലെ ജീവിക്കുന്ന രീതി ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് നമ്മൾ ദുആക്കുമ്പോ റജബും ശഅബാനും നമുക്ക് ബറക്കത്തുള്ളതായി മാറണം. അതിന് റജബിനെയും ശഅബാനിനെയും പരിഗണിക്കണം. സൂറത്തുൽ തൗബയിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ, ഇന്ന ഇദ്ദത്തു ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. അല്ലാഹു തആല 12 മാസങ്ങളാണ് ഒരു വർഷം കണക്കാക്കിയതെങ്കിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിലെ 4 മാസങ്ങൾക്ക് പവിത്രതയുണ്ടെന്ന് കൽപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ചു ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ആ 4 മാസങ്ങളിൽ നിങ്ങൾ പാപങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. ഈ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും എന്ന തഫ്സീർ, എന്നതിന്റെ തഫ്സീറിൽ നമുക്ക് വായിക്കാൻ കഴിയും ലി അന്നൽ മഅസിയത ഫീഹാ അശദ്ദു ഇഖാബാ والطاعة فيها أكثر ثوابا لأن المعصية فيها ആ 4 മാസങ്ങളിൽ പവിത്രത കൽപ്പിച്ച മാസങ്ങളാകുന്ന റജബും അതുപോലെ തന്നെ ദുൽഹിജ്ജയും മുഹറവും, ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറവും, പിന്നടുത്തത് റജബാണ്. ഈ റജബ് ഇദ്ദത്തു അശ്ഹുറുൽ ഹുറുമായി പരിഗണിച്ച ഈ റജബിൽ ആരെങ്കിലും അന്നൽ മഅസിയത ഫീഹാ അക്സ അശദ്ദു ഇഖാബാ, പാപങ്ങൾ ചെയ്താൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ആ പാപത്തെ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടും. റജബിലെ പാപങ്ങളെ മറ്റു മാസങ്ങളുടെ പാപം പോലെയല്ല, അതിന് വലിയ ഗൗരവമുണ്ടാകും.
ആ റജബ് മാസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മറ്റു മാസങ്ങളെ പോലെയല്ല, അതിന് ധാരാളമായി പ്രതിഫലവും കിട്ടുമെന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റജബിനെ നമ്മൾ പരിഗണിക്കണം. റമളാൻ കൊണ്ട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മുഅ്മിനും മഹാനായ ഇബ്നു റജബ് തങ്ങൾ ലതായിഫിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. വകാലു സലഫു സ്വാലിഹീങ്ങളായിരുന്നു യസ്അലുല്ലാഹ റമളാന, റമളാൻ ശരീഫിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി ചോദിക്കുമായിരുന്നു. ഖബ്ല സിത്തത അശ്ഹുരിൻ, റമളാന്റെ 6 മാസം മുമ്പ് തന്നെ എന്റെ റമളാനിലേക്ക് ഒന്ന് എത്തിച്ചു തരണമേ എന്ന് റബ്ബിനോട് ദ്വാരക്കുകയും ആ റമളാൻ കഴിഞ്ഞാലുള്ള പിന്നാത്ത 6 മാസം ആ റമളാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ കബൂലാക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഹാഫിദ് ബിൻ റജബ് തങ്ങൾ അവിടുത്തെ ലതായിഫുൽ മആരിഫിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പാപികളാണ്, ആഖിർ സമാനിൽ ജീവിക്കുന്നവരാണ്, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ സംഭവിച്ചവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ മുൻഗാമികൾ കഴിഞ്ഞുപോയ അൽ മൗതു ബാബുൻ കുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരി ബഅദൽ മൗതി മദ്ദാറു. നമുക്ക് വേണ്ടപ്പെട്ട പലരും ഇന്ന് 6 അടി മണ്ണിന്റെ കീഴിലാണ്. നമ്മളാക്കിയ നമ്മുടെ പലരുടെയും ഉപ്പമാര് നമ്മ കൂടെയില്ല, ഉമ്മമാര് നമ്മുടെ കൂടെയില്ല, ഭാര്യമാര് നമ്മുടെ കൂടെയില്ല, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ സഹോദരങ്ങൾ പലരുമില്ല, പലരുടെയും മക്കൾ ഇന്നില്ല, പലരെയും നമ്മൾ യാത്രയാക്കിയിട്ടില്ലേ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് 3 പിടി മണ്ണും വാരിയിട്ട് 4 മണ്ണിന്റെ കീഴിലേക്ക് നമ്മൾ പലരെയും യാത്രയാക്കിയിട്ടില്ലേ. അൻതും ആബാഉ അംവാതിൻ വഅബ്നാഉ അംവാത് അമ്മാ ഖലീലിൻ അൻതും അംവാത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ആ പട്ടികയിൽ എണ്ണാനുള്ളവരാണ്. അതിന് കാരണം വേണമെന്നില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച എന്റെ നാട്ടിലൊരു അലവിക്കുട്ടി എന്നൊരു സഹോദരൻ മരണപ്പെട്ടത് രാത്രി കിടന്നുറങ്ങിയതാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമെന്ന പ്രതീക്ഷയോടെയല്ലേ കിടന്നുറങ്ങിയത്. രാവിലെ നോക്കുമ്പോ റൂഹ് ഇറങ്ങിപ്പോയ ശരീരമാണ്. അല്ലാഹുവേ, ആ സഹോദരന് പുറത്തു കൊടുക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എന്നാലും നമ്മളതൊക്കെ പ്രതീക്ഷിക്കണം. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലില്ലേ, മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, ഇദാ അസ്ബഹത ഫലാ തന്തദിരിൽ മസാ വഇദാ അംസൈത ഫലാ തന്തദിരിസ് സ്വബാഹ്. ഇദാ അസ്ബഹത പ്രഭാതമായാൽ ഫലാ തന്തദിരിൽ മസാ, വൈകുന്നേരം വരെ ജീവിക്കുമെന്ന് കണക്ക് കൂട്ടരുത്. വഇദാ അംസൈത, വൈകുന്നേരമായാൽ ജീവനോടെ നീ ആരോഗ്യത്തോടെ വൈകുന്നേരം എത്തിയാൽ ഫലാ തന്തദിരിസ് സ്വബാഹ്, പ്രഭാതത്തിൽ നീ ജീവനോടെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നല്ലേ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് മുൻഗാമികൾ പോയ കവാടത്തിലൂടെ മരണത്തിലൂടെ കടന്നു പോവാനുള്ളവരാ നമ്മള്. അതിന് ശേഷം ഖബർ അഭിമുഖീകരിക്കേണ്ടവരാ നമ്മള്. ആ ഖബറിലേക്കും അനന്തരമുള്ള ജീവിതത്തിലേക്കും ധാരാളമായ സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ട്. വിശാലമായ യാത്രയാണല്ലോ മരണത്തോടുകൂടി തുടങ്ങുന്നത്. അതിനു വേണ്ട ഏറ്റവും അസുലഭമായ മുഹൂർത്തമാണ് റമദാൻ ശരീഫ്. പക്ഷേ ആ റമദാൻ ശരീഫ് കൊണ്ട് ധന്യമാക്കാൻ കഴിയണോ? റജബ് പരിഗണിച്ചു തുടങ്ങണം. റജബ് മുതൽ പരിഗണിക്കണം. റജബിനെ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് പുണ്യങ്ങളുടെ മാസമാണെന്നും ഈ റജബ് പരിഗണിക്കുമ്പോഴാണ് എനിക്ക് റമദാനിലേക്ക് സുഹൃത്തുക്കളോടെത്തി റമദാന് ധന്യമായി വിജയിക്കാൻ കഴിയുക എന്ന ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരായ ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റമദാനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൽക്കർമ്മങ്ങൾ അത് റജബ് മുതൽ പരിശീലിച്ചു തുടങ്ങണം. എന്തൊക്കെയാണ് മഹാന്മാർ പറയുന്നത്?
ധാരാളമായി റമദാനിൽ നമ്മൾ നോമ്പ് നോൽക്കുന്ന നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം. റമദാൻ റജബ് നിസ്കാരത്തിന്റെ വാർഷികത്തിന്റെ മാസമാണ്. ഇൻഷാ അല്ലാഹ് സന്ദർഭം കിട്ടിയാൽ നമുക്ക് മിഅ്റാജും അനുബന്ധ സംഭവങ്ങളും പറയാനും കേൾക്കാനും പകർത്താനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിസ്കാരത്തിലെ കുറവുകളെ നമ്മൾ പരിഹരിക്കണം. ഫർദിനെ നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ നിർവഹിക്കണം. അത് തന്നെ കഴിയുന്നതും ജമാഅത്തായിട്ട് നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. പള്ളിയുടെ ഓരങ്ങളിലുള്ളവരൊക്കെ ജമാഅത്തിന് പങ്കെടുക്കണം. അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് സൗകര്യം കിട്ടുന്ന അവിടെ ജമാഅത്തിന് പങ്കെടുക്കണം. ഫർദ് നിസ്കാരത്തോടുകൂടെ സുന്നത്തിനെ ധാരാളമായി അധികരിപ്പിക്കണം. അതുപോലെ രണ്ടാമത് പഠിപ്പിക്കുന്നു സിയാം, നോമ്പ് നോൽക്കണം. മുൻഗാമികളൊക്കെ 96 നോമ്പ് നോറ്റിരുന്നു. റജബ് 1 മുതൽ റജബും ശഅബാനും റമദാനും ഒന്നാം പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നീടുള്ള 6 ദിവസവും ഇങ്ങനെ 96 നോമ്പ് നോൽക്കുന്ന പതിവുണ്ടായിരുന്നു. അതുപോലെ സ്വതക്ക കൊടുക്കണം ധാരാളമായി കഴിയുന്നതിനനുസരിച്ച്. പാവങ്ങളെയും പാവപ്പെട്ടവരെയും സംരംഭങ്ങളെയും കഴിയുന്നതിനനുസരിച്ച് അവനവന്റെ ത്വാഖത്തനുസരിച്ച് സ്വതക്ക കൊടുക്കണം. തിലാവത്തുൽ ഖുർആൻ, ധാരാളമായി വിശുദ്ധമായ ഖുർആൻ ഓതണം. ഖുർആൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആൻ വരും. ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ പാരായണം ചെയ്തവർക്ക് ശുപാർശകരായി വരുമെന്നല്ലേ. നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നവർ സഫറത്തുൽ കിറാമികളായ മലക്കുകളോട് സ്വർഗ്ഗത്തിൽ പറന്നുല്ലസിക്കാൻ അവർക്ക് അവസരമുണ്ടാകുമെന്നല്ലേ. എന്നല്ല ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ ഒരു ചോദ്യമല്ലേ, വമാ ഇമാമുക, നിന്റെ ഇമാം ഏതാണ്, നിന്റെ ഭരണഘടന ഏതായിരുന്നു, ഏതൊരു ടൈം ടേബിൾ കൊണ്ടാണ് നീ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെന്നൊരു ചോദ്യം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാനുണ്ട്. അവിടെ ഖുർആനു ഇമാമീ, എന്റെ ഇമാം ഖുർആനാണ് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ ദിവസത്തിൽ ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്ന സ്വഭാവം ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അല്പമെങ്കിലും ഖുർആൻ ഓതാൻ 24 മണിക്കൂറിനിടയിൽ ഞാനും നിങ്ങളും സമയം കണ്ടെത്തണം. ജീവിത തിരക്കുകൾക്കിടയിൽ ഖുർആനിനോടുള്ള ബന്ധം അകന്നു പോയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇത് പറയുന്ന ഞാൻ ഒരു പക്ഷേ ഇന്ന് രാത്രിയോടെ കവി ചോദ്യം അഭിമുഖീകരിക്കാൻ ഖബറിലെത്തേണ്ടവനാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. സമയം എവിടെ വെച്ചാണ് അവസാനിക്കുന്നു എന്നറിയില്ല. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് കഴിയണോ? ജീവിതത്തിൽ ഖുർആനുമായി നമുക്ക് ബന്ധം വേണം. തിലാവത്തുൽ ഖുർആൻ, മറ്റൊരു സൽക്കർമ്മം തിലാവത്തുൽ ഖുർആനാണ്. അതുപോലെ ദിക്ർ ചൊല്ലലാണ്, സ്വലാത്ത് ചൊല്ലലാണ്. സൽക്കർമ്മങ്ങളെ കൊണ്ട് റജബിനെ ധന്യമാക്കണേ, റജബിനെ ആദരിക്കണേ. റജബിലൂടെ ശഅബാനിലൂടെ റമദാൻ കൊണ്ട് വിജയിക്കണമെന്ന തീരുമാനമുണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.